ഗംഭീരമായിട്ടുണ്ട്. കല്യാണം പൊടി പൊടിക്കുമെന്ന് ഈ വേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. സിമ്പിളായിട്ട് മതിയെന്ന് ദേവിക പ്രത്യേകം പറഞ്ഞിരുന്നു. ഓ അതോ അവളുടെ തീരുമാനപ്രകാരമാണോ ചെയ്യുന്നത്? ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിലേ കുറെ കൂടെ അങ്ങോട്ട് പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഈ വീട് അവള് തിരിച്ചു വെക്കാൻ പറഞ്ഞാലേ അതും ചെയ്യുമല്ലോ നീ. എന്റെ പൊന്ന് ചേച്ചി, ഇന്ന് എന്റെ കല്യാണമാണ്. ഈ ദിവസമെങ്കിലും എന്നൊന്ന് വെറുതെ വിട്. അല്ല, ചന്ദ്രയുടെ അവൾ ഒരുങ്ങാൻ വേണ്ടി പോയിരിക്കുക ബ്യൂട്ടി പാർലറില്. അത് ശരി, അതുകൊണ്ടാണല്ലേ കാണാത്തത്. ഒരുക്കം കണ്ടാത്ത ഒന്നും കല്യാണം നടക്കാൻ പോകുന്നത് ചന്ദ്രയുടെ ആണെന്ന് കളിയാക്കണ്ട. അവള് തരുന്ന ഭിക്ഷയായി കല്യാണം. അവള് പറ്റില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നെങ്കിലേ ഇവൻ ദാ ഇങ്ങനെ ഇന്നിവിടെ മണവാള വേഷം കെട്ടി നിൽക്കത്തില്ലായിരുന്നു. ആരൊക്കെ എങ്ങനെയൊക്കെ വാശി പിടിച്ചാലും ഞാൻ ദേവികയെ മാത്രമേ കെട്ടുമായിരുന്നുള്ളൂ. അത് ചന്ദ്രൻ മനസ്സിലാക്കി, അതുകൊണ്ട് അവൾ ഒഴിഞ്ഞത്. എന്നാലും അവൾ എന്തുമാത്രം ആഗ്രഹിച്ചതാടാ നിന്നെ കല്യാണം കഴിക്കാൻ. സത്യത്തിൽ ഇന്ന് അവളായിരുന്നു ഒരുങ്ങി മണ്ഡപത്തിലേക്ക് വരേണ്ടത്. എന്തു ചെയ്യാം, കഴിഞ്ഞില്ല, യോഗമില്ല. പക്ഷെ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാനോ വിഷമിച്ചിരിക്കാനൊന്നും അവൾ തയ്യാറായില്ലല്ലോ. കണ്ടില്ലേ ഒരുങ്ങാൻ പോയത്? അതാണ് ചന്ദ്രൻ. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിലേ ദേവിക ഒരുങ്ങുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഒരുങ്ങിയായിരിക്കും ചന്ദ്രമോള് മണ്ഡപത്തിലേക്ക് വരുന്നത്. കല്യാണത്തിന് കൂടിയിരിക്കുന്ന സകലരും ദേവിയേക്കാൾ നല്ലത് ചന്ദ്രയാണെന്ന് പറയുക തന്നെ ചെയ്യും. അത് കേട്ടെങ്കിൽ ഈ ദിവസം ആ പാവം ഒന്ന് സന്തോഷിച്ചോട്ടെ. ദേവി ചെയ്ത് ഇന്നത്തെ ഒരു ദിവസം ഇത്തരം വർത്തമാനങ്ങൾ വേണ്ടെന്ന് വെക്കേ. ദേവികയുടെ മനസ്സ് ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. അപ്പം ബാക്കിയുള്ളവരുടെ മനസ്സങ്ങ് വേദനിച്ചോട്ടെ എന്നല്ലേ? എന്നല്ല, ആരുടെ മനസ്സും വേദനിക്കരുത്. ഇന്നെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കേണ്ട ദിവസമാ. ഇവനൊരു ജീവിതം തുടങ്ങാൻ പോകുന്ന ദിവസമാണെന്ന്. ഒരു കുഴപ്പമില്ലാതെ ഈ ബന്ധം അവസാനം വരെ മുന്നോട്ട് പോകണ്ടേ? അതിനുവേണ്ടിയായിരിക്കണം ഇന്നെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. ഓ, ഞങ്ങള് പ്രാർത്ഥിച്ചോളാം. അതുകൊണ്ട് ഗുണം ഉണ്ടാവോന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കരയുന്ന ഒരു മനസ്സുണ്ട് ഇവിടെ, ചന്ദ്ര. ആ കരച്ചിൽ മാറാതെ ഇവർക്കൊരിക്കലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അവൾ അങ്ങനെ പലതും പറയും. കുഞ്ഞളിനെ അത് കാര്യമാക്കണം.